അനന്തമായ സാധ്യതകളോടുകൂടി സർവ്വജനങ്ങൾക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ടാണ് ഈ അവസാന കാര്യങ്ങൾ ദൈവൻ ഉടമ്പടിയിലേക്ക് നമ്മളെ കോർത്ത് ഇണക്കുകയും ഐക്യപ്പെടുത്തി നിർത്തുകയും സംരക്ഷണത്തിൻ്റെ വരയും തീർക്കുകയും ചെയ്യുന്നത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അലർജി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്ന ചിലപ്പോൾ ആന്തരികമായ അലർജി എന്താണെന്ന് കണ്ടുപിടിച്ച് കാണത്തില്ല. പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, പക്ഷേ 10,000 തരം അലർജികളുണ്ട്. ഇന്ന് വരെ നിൻ്റെ ശരീരത്തിൽ അലർജിയുടെ എന്ത് കണികയാണെന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചോ? നിൻ്റെ ശരീരത്തിന് പുറത്തും അകത്തും ഉണ്ടാകുന്ന അലർജി ഇതുവരെ അടയാളപ്പെടുത്താത്തതാണ് എങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ഓൺലൈനിലുള്ളവർ ഇവിടെ ഉള്ളവർ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കർത്താവ് അത്ഭുതങ്ങളും അടയാളം കാണിക്കും. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉചിതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ എല്ലാത്തരം അലർജികൾ, അജ്ഞാതമായ അലർജി രോഗികൾ യേശു ക്രിസ്തു നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. നമ്മുടെ പൈസ കുടുങ്ങിപ്പോയി, പലരുടെ കയ്യിലായിപ്പോയി. ഇനി ജോലി കിട്ടിയാലും അതിന് മുടക്കാനും പോകാനും ഒന്നും കാശില്ല, ഒരു ഗതിയും ഇല്ലാതെ ഇരിക്കുന്നു. ഇനി ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ പോലും അത് അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി അഭിഷേകത്തിനായി ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ശ്രുതിക്കട്ടെ. ജീവിതത്തിന് വഴി കാണാതെ അലയുന്ന മക്കൾക്ക് പുതിയ വഴികൾ, ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴികൾ ഈ ആരാധനയിലും തുറന്നു കൊടുക്കണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്കൊരു മനസ്സിന് ഒരു ധൈര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഒത്തിരി കൊതിച്ചിട്ട് ഇപ്പോൾ ചിലർക്ക് എൻ്റെ അടുത്ത് ഒരു ലിസ്റ്റ് തരും. അച്ഛാ ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കുകയാണ് അച്ഛാ, എന്നാലും ഞങ്ങൾക്കൊന്ന് കൂടി താമസിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്തെങ്കിലും അമ്മ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഭയങ്കര കൊതിയാണ്. എന്തോ ഒരു പ്രത്യേക കാലത്ത് അവർ പിരിഞ്ഞു പോയതാണ്, ഭാര്യയും ഭർത്താവും. പക്ഷെ ഇപ്പോൾ ചിന്തിച്ചിട്ട് പ്രത്യേകം അങ്ങനെ പിരിയേണ്ട ഒരു കാര്യമായിട്ട് ഉണ്ടായിട്ട് തോന്നണില്ല. ഒന്ന് ക്ഷമിച്ചാൽ മതിയായിരുന്നു, അതിനെ കണ്ടില്ലെന്ന് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒത്തില്ല. അങ്ങനെ അബദ്ധങ്ങളെല്ലാം പഴയ കാലങ്ങളിൽ സംഭവിച്ചു പോയി. അത് വേണമെങ്കിൽ ക്ഷമിച്ചാൽ മതിയായിരുന്നു, നമ്മുടെ ജീവിതം പോകത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഉള്ളവരെ ജീവിതം കൈവിട്ടു പോയി അത് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുള്ള പലരുണ്ട്. ചിലപ്പോൾ ഒരു വാക്ക്, ചിലപ്പോൾ ആ പേപ്പർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ ജോലി ഇന്ന് കിട്ടിയേരം, അത് സമയത്ത് പിറ്റേ ദിവസമാണ് അല്ലെങ്കിൽ പിറ്റേ ആഴ്ചയിലാണ് പോസ്റ്റ്മാൻ തന്നത്, അല്ലെങ്കിൽ ഞാൻ ഇമെയിൽ കണ്ടത്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് ഇപ്പം തന്നെ അത് ഓർത്ത് ഇപ്പോഴും അത് തന്നെ ഓർത്ത് വേറെ ഒന്നും ചെയ്യാതെ വിഷമിച്ചിരിക്കുന്ന കാലം കഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കാലം കഴിഞ്ഞു പോയെന്ന് നിരാശപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ രക്തം മരിച്ചുയർത്തെഴുന്നേറ്റവൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയുടെ രക്തം പടരട്ടെ. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഓൺലൈനിലുള്ള ശ്രദ്ധിക്കുക, നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയുടെ രക്തം പടരുക. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഒത്തിരി പേര് വീടും കൂടുമൊക്കെ ചുറ്റും അതുപോലെ തന്നെ വിറ്റും പണയപ്പെടുത്തിയൊക്കെ മക്കളുടെ ഈ കലാപറിച്ച് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കാരണം മനസ്സോടെ സമ്മതിച്ചിട്ട് വീടും പണവും അംഗങ്ങളെ മറ്റുള്ള മക്കളൊക്കെ ഒന്നും കൂടെ ഉണ്ട്, അവർക്ക് കിട്ടേണ്ടത് പോലും കിട്ടാത്ത രീതിയിൽ ആ ശാഠ്യം കാരണം ചില തീരുമാനങ്ങൾ വീട് വിൽപ്പനയെക്കുറിച്ചും അതുപോലെ തന്നെ സ്ഥല വിൽപ്പനയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആരെങ്കിലും ഒരു മകൾക്ക് വേണ്ടി കുടുംബം മുഴുവനും ബലിയാകേണ്ട രീതിയിലുള്ള അന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ എടുക്കാതെ നിവൃത്തിയില്ലാത്ത രീതിയിൽ അകപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കന്മാരും വീട്ടുകാരും ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മോഹവലയത്തിൽ അകപ്പെട്ടിട്ട് ജീവിതം നശിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അവിടെ പോയാൽ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചുകൊണ്ട്
പൈസ കൊടുത്ത് കാത്തിരിക്കുന്നവരുണ്ട്, പൈസ കൊടുക്കാൻ പോകുന്നവരുണ്ട്. ഇതിൽ തിന്മയുണ്ട്. നിങ്ങൾക്കത് ഗുണം പിടിക്കത്തില്ല. നിങ്ങൾ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അകപ്പെട്ട ജീവിതങ്ങൾ, മുരടിച്ച ജീവിതങ്ങൾ. ഇപ്പം ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അഭിപ്രായം, നിങ്ങളെ പ്രതീക്ഷകളെ ഇപ്പം ഞാൻ പറഞ്ഞ ലേഡിക്ക് ഗർഭപാത്രം പോലും ഇല്ല. അവൾ ചെറുപ്പക്കാരത്തിയാണ്. എന്നിട്ട് അവർ ദൈവത്തിൽ വിശ്വസിച്ച് സന്തോഷിച്ച് ജീവിക്കുക. അവർ അങ്ങനെ അതായത് എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതം പോയത് നിങ്ങൾ തീരുമാനിക്കരുത്. ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതം പോകത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിതം പോകത്തില്ല. ദൈവത്തെക്കാൾ നിങ്ങളുടെ ജീവിതത്തെക്കാൾ വലുതാണ് ദൈവം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇന്നലെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ഞാനത് ഇട്ടിട്ട് അപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ. സാക്ഷി ഇതാണ്. ഭർത്താവിന് 50 വയസ്സ്, ഭാര്യയ്ക്ക് 43 വയസ്സ്. വർഷങ്ങളായിട്ട് മക്കളില്ല. അപ്പം ഒരുമാതിരിപ്പെട്ട ചികിത്സകളെല്ലാം കഴിയും. 50 വയസ്സായിട്ട് മക്കളില്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ചികിത്സ അവരെടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തെന്ന് വിചാരിച്ചോ. പക്ഷെ ദൈവം ക്ലോസ് ചെയ്യാത്തടത്തോളം ഒരു ചാപ്റ്ററും ആർക്കും ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരൊറ്റ ഉടമ്പടി. അവർക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 50 വയസ്സായ ഭർത്താവിനാണ് കുഞ്ഞ്. അതാ 43 വയസ്സുള്ള ഭാര്യയ്ക്കാണ് കുഞ്ഞെന്ന് പറയണം. അപ്പം നിങ്ങൾ ഒരു ഫയലും മടക്കി വെക്കണ്ട. അമ്മയോട് അത് പറയാൻ പറ്റണ പോലെ വിശ്വാസത്തിൽ, വിശ്വസ്തതയിൽ, പൂർണ്ണ ഹൃദയത്തോടെ ഉടമ്പടി ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണീര് ദൈവത്തിനെ ഏൽപ്പിക്കുക. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദുരിതങ്ങള് നിങ്ങൾ ഇപ്പം ഈ സാക്ഷികളൊക്കെ കേട്ടില്ലേ? ഇതെല്ലാം ഈ ആഴ്ചത്തെ സാക്ഷ്യങ്ങളാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്ന വലിയ ദൈവിക ഇടപെടലാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഇങ്ങനെ രുചിച്ച് നോക്കാതെ, കറിക്ക് ഉപ്പ് നോക്കണ പോലെ ഉടമ്പടിക്ക് ഉപ്പ് നോക്കാതെ, മര്യാദക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളും അതിൻ്റെ അരുവി മനസ്സിലാക്കിയിട്ട് ഉടമ്പടിയിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് സമർപ്പിതരാകാൻ വേണ്ടി, ഉടമ്പടി പ്രകാരം ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമാകുക. ശ്രുതികട്ടെ. ശ്രുതികട്ടെ. അച്ഛൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ജോലി, വീട്, വിവാഹം, ജീവിതം, തടസ്സം, കേസ്, ഡൈവേഴ്സ്, വിദേശ ജോലി, നിങ്ങളുടെ രോഗങ്ങൾ, അതുപോലെ കുടുംബത്തിൻ്റെ സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ, വീട് പണി തകിടം മറിഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പണം വേറെ എടുത്ത് ചിലവാക്കിയിട്ട് ഇപ്പോഴേ കടക്കാരായി ഇരിക്കുന്നവരും, പലതരത്തിലും പട്ടിണികൾ പോലും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു. പിരിഞ്ഞ് താമസിക്കുന്നവരെ, ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവർ, മക്കൾ ദുർനടപ്പിൽ പെട്ടുപോയവർ, മക്കൾ ചീത്ത പ്രണയങ്ങൾ അകപ്പെട്ട് ജീവിതം പോയവർ, മക്കൾ വഴിവിട്ടു പോയവർ ഒക്കെ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. വലിയ മാരകമായ വിഷത്തിൽ, അതുപോലെ തന്നെ ശീലത്തിലും കഞ്ചാവ് പോലെയുള്ള പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾ അകപ്പെട്ടു പോയവർ, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ മക്കളെ അതിശക്തമായി സൂചിച്ചാൽ മതി. ആ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്കും ഈ ആൾക്കാർക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റുന്നൊരു ദിവസമുണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവ് നിന്റെ വിശുദ്ധ ദേവനത്താൽ, വിശുദ്ധ രക്തത്താൽ ഓരോ മകനെയും മകളെയും തളിക്കണമേ. ജപ്തി നടപടികൾ, കർത്താവ് വിൽക്കാനുള്ള സ്ഥലങ്ങൾ, വിൽപ്പനയ്ക്ക് ദോഷമുള്ളവർ, കർത്താവ് വാങ്ങാൻ ആളില്ലാത്തവർ, വാടക കയറിയിട്ട് കർത്താവ് വാടക ഒഴിയാത്തവർ, കർത്താവ് അങ്ങനെ പലതര വിഷയങ്ങളിൽ വിദ്യാഭ്യാസ ജോലി നഷ്ടപ്പെട്ടവർ, വേദന കിട്ടാതെ അവിടെ വേദനിക്കുന്നവർ, വിഷമിക്കുന്നവർ, അകപ്പെട്ടു പോയവർ, ജയിലിലായിരിക്കുന്നവർ, കർത്താവ് ഇങ്ങനെ ഓരോവിധ വിവാഹ ദോഷങ്ങളുള്ളവർ, മക്കളില്ലാത്തവർ, കർത്താവ് വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ,
എല്ലാ തരത്തിലും വേദന അനുഭവിച്ചൊരു കർത്താവെ, മനസ്സ് ഇടിഞ്ഞു പോയവര്, ജീവിതം മുരടിച്ചവര്, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ ജീവിത തടസ്സങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോയുടെ നാമം. മകളെ മുട്ടി നിൽക്കുക. അച്ഛൻ വിട്ടുപോയ നിങ്ങളുടെ സ്വകാര്യമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ സമയത്ത് അമ്മയുടെ മധ്യത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസ്തയോടെ ഇതിൻ്റെ മുമ്പിൽ വ്യാപരിക്കാനുള്ള കൃപ മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ആരാധനയിലൂടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. ഇരിക്കുക.